ഒരു സിമ്പിൾ ഇൻഫോർമേഷൻ വീഡിയോ ആണ് കേട്ടോ. ചിലർക്ക് അറിയാൻ മതിയാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലീഫ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അക്വാട്ടിക് പ്ലാന്റ്സിൽ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് ലീഫ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ചില ആൾക്കാരുണ്ടാവും പ്ലാന്റ്സ് ഒക്കെ വാങ്ങി അതൊക്കെ ചീഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണേ. ഇതിപ്പം അംബ്രല്ല പാമിൻ്റെ ഒരു 2 ലീഫ് കട്ടിങ് ആണ്. ഈ ലീഫ് കട്ടിങ്ങിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ പുതിയ സ്റ്റെമ്മുകൾ കണ്ടോ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തത്. വേറെയും പ്ലാന്റ്സ് ഇതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് അതേമാതിരി തന്നെ ഒരു പ്ലാന്റിൻ്റെ ലീഫാണ്. അത് കൊഴിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് വീണതാണ്. നമ്മൾ പ്രൊപ്പഗേഷന് വേണ്ടി ചെയ്തതല്ല. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നിയത്. ഇതിലിപ്പം കറക്റ്റായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറക്റ്റ് ഒരു പ്ലാന്റ് ആയിട്ട് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല രീതിക്ക് റൂട്ട് പിടിച്ചിട്ടുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പ്ലാന്റ് ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സിൽ ചെയ്യാൻ പറ്റും. ഇത് വാട്ടർ മൊസൈക്ക് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ അടി റൂട്ട് ചീഞ്ഞ് പോയിട്ട് സ്റ്റെമ്മ് വെറുതെ മേലെ കിടന്നാണ്. അങ്ങനെ കിടന്ന് സ്റ്റെമ്മിൻ്റെ അകത്താണ് ഇപ്പോൾ പുതിയൊരു പ്ലാന്റ് ഷൂട്ടപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഇൻഫോർമേഷൻ വീഡിയോസ് താല്പര്യമുള്ളവർ ഫോളോ ചെയ്ത് കൂടിക്കോളിട്ടോ. പ്ലാൻസ് അവൈലബിൾ ആണ്, കൊറിയർ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ.